നമസ്കാരം. പ്രധാന വാർത്തകൾ. വായ്പാ പരിധിയിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റ്? കേരളത്തിനൊപ്പം സുപ്രീം കോടതി. പത്മജ തൃശൂരിൽ പ്രചരണത്തിനിറങ്ങും. മറിച്ചുള്ള വാർത്തകൾ തെറ്റെന്ന് സുരേഷ് ഗോപി. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ്, റൊണാൾഡോയുടെ അൽ നാസർ തോറ്റ് പുറത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് ആശ്വാസമായി സുപ്രീം കോടതി ഇടപെടൽ. ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് കേരളത്തിന് നൽകുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേരളത്തിന് ഇളവ് നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും സുപ്രീം കോടതി ചോദിച്ചു. കടമെടുപ്പ് പരിധിയിൽ തീരുമാനം അറിയിക്കാൻ നാളെ രാവിലെ 10:30 മുൻപായാണ് സുപ്രീം കോടതി കേന്ദ്രത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണം. കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ കേരളത്തിന് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കില്ലെന്ന വാർത്തകൾ നിഷേധിച്ച് സുരേഷ് ഗോപി. പത്മജയെ തൃശൂരിൽ പ്രചാരണത്തിന് പങ്കെടുപ്പിക്കേണ്ടെന്ന് ബിജെപി തീരുമാനിച്ചുവെന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. അങ്ങനെയൊരു ചിന്ത ബിജെപിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പത്മജയെ പാർട്ടിയിലേക്ക് എടുക്കില്ലെന്ന് തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പത്മജയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് കേന്ദ്ര നേതൃത്വമാണ്. അതിൽ കേരള നേതാക്കൾക്ക് ആർക്കും പങ്കില്ല. തന്നെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതൃത്വം പറയുന്നതാകും താൻ അനുസരിക്കുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പത്മജ വേണുഗോപാൽ തന്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. പത്മജയ്ക്കൊപ്പം പാർട്ടി നിശ്ചയിക്കുന്ന വേദികൾ പങ്കിടും. ഇത് കല്യാണിക്കുട്ടി അമ്മയ്ക്കുള്ള സമർപ്പണമാണെന്നും ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ UAE ക്ലബ് അൽ ഐനിനോട് തോറ്റു പുറത്തായി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ. അൽ അവൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് അൽ ഐൻ വിജയം സ്വന്തമാക്കിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.